ചില മലയാളം സിനിമയിലെ കഥ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇറാൻ യുദ്ധം. എങ്ങോട്ടാണ് കാര്യം പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ആ ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് അമേരിക്കയുടെ ഒരു അപ്പാച്ചി ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടു. അതിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും ഒരു പരിക്ക് പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. ഇതാണ് 2 മണിക്കൂറിനകം അവരെ രക്ഷപ്പെടുത്തി എന്നാണ് വാർത്ത. അപ്പോൾ അതിന് തിരിച്ചടി കൊടുക്കണമെന്ന് പ്രസിഡന്റ് ഉത്തരവിട്ടു. ആ തിരിച്ചടി കൊടുത്തു. അവരുടെ പല സ്ഥലങ്ങളിലും നിശ്ചിത സ്ഥലങ്ങളിലൊക്കെ ആക്രമണം നടത്തി. അതോടെ ആ ആക്രമണം അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പല ചോദ്യങ്ങൾ, ഈ അപ്പാച്ചി വിമാനം ഒരു ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടാൽ പിന്നെ എങ്ങനെയാണ് അതിലെ പൈലറ്റുമാർ ഒരു പോറിന് പോലും ഏൽക്കാതെ രക്ഷപ്പെടുന്നത്? അത് മനസ്സിലാവുന്നില്ല. അതിൻ്റെ യുക്തി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റെ പിന്നിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ കൃത്യമായ ആക്രമണം, അതിന് പ്രൊപ്പോർഷനേറ്റായിട്ട് ഈ ഹെലികോപ്റ്റർ തകർത്തതിനുള്ള അതിന് തത്തുല്യമായ ഒരു ആക്രമണമാണ് ഇറാൻ്റെ ഈ സൈനിക കേന്ദ്രങ്ങളിൽ, ഈ അവരുടെ ആയുധ കേന്ദ്രങ്ങളിൽ, അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന മിസൈലൊക്കെ വെച്ചിരിക്കുന്ന ആ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയത്. ഈ സെൻട്രൽ കമാൻഡിൻ്റെ പ്രസ് റിലീസ് പറയുന്നത്, പ്രസിഡന്റിൻ്റെ ഉത്തരവ് പ്രകാരം ആ നിശ്ചിത സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പം വളരെ കൃത്യമായ യുദ്ധമാണ്. അങ്ങനെ വഷളാക്കാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. യുദ്ധം വ്യാപിപ്പിക്കാനോ അല്ലെങ്കിൽ യുദ്ധം തുടർച്ചയായിട്ട് കൊണ്ടുപോകാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. എന്തായാലും ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അരഗാച്ചി അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് പോയിക്കോ, ഈ ഭാഗത്തു നിന്ന് നിങ്ങളിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് യാതൊരു സുരക്ഷിതത്വവും ഉണ്ടാവില്ല, അതിനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഇവിടുന്ന് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. നിങ്ങൾക്ക് തടി കേടാതിരിക്കണമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പ്രസിഡന്റ് ട്രംപ് ഇപ്പോഴും പറയുന്നത് കരാറുണ്ടാവും, ഈ എങ്ങനെ വന്നാലും അവർ ഒരു അണ്വായുധം ഉണ്ടാക്കാനായിട്ട് അനുവദിക്കില്ല എന്ന് പ്രസിഡന്റ് തറപ്പിച്ച് പറയുന്നുണ്ട്. പ്രസിഡന്റും അവർ തന്നെ ഇസ്രയേലും അത് തന്നെയാണ് തറപ്പിച്ച് പറയുന്നത്. പക്ഷേ അവിടം വരെ എത്തുന്നത്, അങ്ങനെ ഒരു കരാറിൽ എത്തുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കറിയാം, അവിടെയെല്ലാം തീവ്രവാദികൾ ഈ യുദ്ധം മതി, ചത്താലും തിരക്കേടില്ല എന്ന് കരുതുന്ന ആളുകൾ ധാരാളമുണ്ടല്ലോ. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ചോര തിളച്ചങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചരിത്രപരമായിട്ട് ഇറാൻ ഇങ്ങനെയുള്ള യുദ്ധങ്ങളും ഇങ്ങനെയുള്ള ഇതെല്ലാം കണ്ടിട്ടുള്ള ജനതയാണ്. പണ്ട് സർസസിൻ്റെ കാലം മുതലൊക്കെ തന്നെ ഉള്ള ചരിത്രമാണ് അവർക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യം കീഴടങ്ങാനൊന്നും പോവില്ല, ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണെന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പം ആട്ടി നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമേരിക്ക മോളിക്കളും ചെന്ന് ബോംബുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ സ്ഥിതി അങ്ങ് മാറിപ്പോവും. പക്ഷേ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു. പക്ഷേ എങ്ങനെ ഒരു കരാറിൽ ഇതിനൊരു അവസാനം വേണമല്ലോ. ഇതിങ്ങനെ ഒരാഴ്ച അല്ലെ 2 ആഴ്ച കൊണ്ട് തീരുമെന്ന് പറഞ്ഞൊരു യുദ്ധമാണ്. അതിങ്ങനെ നീണ്ടു പോകുന്നു. 100 ദിവസം കഴിഞ്ഞു. ഇങ്ങനെ ദിവസങ്ങളിങ്ങനെ ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകമെങ്ങും മനുഷ്യർ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ലോകമഹായുദ്ധം എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ബാധിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കെല്ലാം ദുരിതങ്ങളുണ്ടാകുമ്പോൾ അതൊരു ലോകമഹായുദ്ധം തന്നെ വാസ്തവത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ആ ഹോർമൂസ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കടലിടുക്ക്, ആ ഭാഗം അവരുടെ ഒരു അധീനത്തിൽ കൊണ്ടുവരാനുള്ള ആ ശ്രമം, അതിൽ ഒട്ടൊക്കെ അവർ വിജയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ കപ്പലുകൾ വലിയ പ്രശ്നമില്ലാതെ കടന്നു പോകുന്നു. മറ്റു കപ്പലുകൾക്കൊക്കെയാണ് പ്രശ്നം വരുന്നത്. അവർ പൈസയൊക്കെ കൊടുത്ത് ആണ് കടന്നു പോവുകയും ചെയ്യുന്നത്. എങ്ങനെയായിരുന്നാലും കാര്യങ്ങൾ സുഗമമായിട്ടല്ല അവിടെ പോകുന്നത്. അവർക്ക് എണ്ണക്കപ്പലുകളൊന്നും പോകാനോ വരാനോ അങ്ങോട്ട് വരാനോ ഒന്നും അമേരിക്കൻ സൈന്യവും അനുവദിക്കുന്നില്ല. അമേരിക്കയുടെ ഉപരോധവുമുണ്ട്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് ഇതിനൊരു അവസാനം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു ക്ലൈമാക്സ് വേണമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ നീണ്ടു പോകുന്നു. ആകപ്പാടെയുള്ളൊരു നല്ല കാര്യമെന്ന് നമുക്ക് തോന്നുന്നത് ആളുകളധികം കൊല്ലപ്പെടാതിരിക്കുകയും അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങളും മറ്റും ഇടിച്ച് തകർക്കുന്നത് നമ്മൾ ഗാസയിലും മറ്റുമൊക്കെ കണ്ടതാണ്. വാസം പറഞ്ഞാൽ നെഞ്ചു പൊട്ടിപ്പോവും. എത്രയോ മനുഷ്യർ എത്രയോ കാലം കൊണ്ടുണ്ടാക്കിയതാണ് ആ കെട്ടിടങ്ങളും നമ്മുടെ നാഗരികത. അതെല്ലാം ഇടിച്ച് തകർക്കാനായിട്ട് എത്ര എളുപ്പത്തിൽ കഴിയുന്നു. പിന്നീട് ആ മനുഷ്യർ അതൊക്കെ കെട്ടിപ്പൊക്കണമെങ്കിൽ പിന്നെ എത്രയോ കാലമെടുക്കും, അതെല്ലാം വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇറാനിൽ സംഭവിക്കുന്നില്ല. അതുതന്നെ നല്ലൊരു കാര്യമാണ്. ഈ മനുഷ്യർ മരിക്കുകയും അല്ലെങ്കിൽ ഇതെല്ലാം തകർക്കുകയും ചെയ്യുന്നത് കാണുന്നതിന് വലിയൊരു രസമുള്ള കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ അത്ര ദോഷൈകതരക്കായിരിക്കണം മനുഷ്യരെ സ്നേഹിക്കുന്നവർക്ക്. അങ്ങനെ ഈ മറ്റുള്ളവരുടെ ദുഃഖം കാണാനായിട്ട് വലിയ ഒരു സന്തോഷം തോന്നുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല കാര്യം തന്നെ.
എങ്ങനെയും ഈ യുദ്ധമൊന്ന് അവസാനിക്കണം, ഇതിനൊരു അവസാനം വേണം. അതാണൊക്കെ നമ്മളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്.